നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. നിങ്ങളുടെ ജീവിത പുരോഗതിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ കണക്റ്റ് ചെയ്തും നിങ്ങളുടെ ലൈഫിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇന്നു മുതൽ മുന്നോട്ടേക്ക് എന്താണ് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതെന്നുള്ള എനർജിയുമൊക്കെ കണക്റ്റ് ചെയ്താണ് നമ്മൾ റീഡിങ്സ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ റീഡിങ്സ് റെസനേറ്റ് ആവാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണണം. നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടാവണം. അതനുസരിച്ച് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ഒരു പൂർണ്ണത വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക. പിന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ അഫർമേഷൻസ് കമൻറ്റിൽ എഴുതാൻ മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമാകുന്ന ആവശ്യമാണോ, കരിയറാണോ, റിലേഷൻഷിപ്പാണോ, മറ്റു ബന്ധങ്ങളാണോ, അല്ലെങ്കിൽ ഹെൽത്ത് പരമാകുന്ന പ്രശ്നമാണോ, എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പിരിമുറുക്കം അനുഭവിക്കുന്ന, ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഏത് കാര്യമാണോ ആ കാര്യം പോസിറ്റീവാകുന്ന വേഡ്സ് തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഞാനിത് എന്നും പറയുന്നത് നെഗറ്റീവ് വേഡ്സുകൾ എഴുതുന്നുണ്ട്, അതുകൊണ്ടാണ്. അതായത് ആ രോഗം വന്നതുകൊണ്ട്, നടുവേദന, വയറുവേദന, ഇതൊന്നും എഴുതരുത്. ഏറ്റവും പൂർണ്ണമായ ഒരു ഹെൽത്തി എനർജിയിൽ എനിക്ക് പോകാൻ സാധിക്കുന്നതിന് ഞാൻ പരിപൂർണമായും ശക്തമാകുന്ന ഒരു ഞാൻ നല്ലൊരു ഹെൽത്ത് പ്ലസ് എനർജിയിലാണ് എന്ന് തന്നെ നിങ്ങൾ എഴുതാവുള്ളൂ. ഒരു സ്ഥലത്തും വേദനയും വിഷമവും ഒന്നും എഴുതണ്ട. നമ്മൾ സ്ട്രോങ് ആയിട്ടങ്ങ് മനസ്സുകൊണ്ട് ഞാൻ ഹെൽത്തിയാണ് എന്ന് ചിന്തിച്ചാൽ മതി. അതൊരു 10 പ്രാവശ്യം ഐ ആം ഹെൽത്തി എന്നങ്ങ് പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ മതി. നിങ്ങളുടെ വേദനയും വിഷമവും എല്ലാം മാറും. നിങ്ങൾക്ക് പരിപൂർണമായ ആരോഗ്യം കിട്ടും. അതുപോലെ ഏത് കാര്യത്തിലാണെങ്കിലും കടം കൊടുത്തത്, പണയം വെച്ചത്, മേടിച്ചിട്ട് തരാത്ത ഒന്നും നെഗറ്റീവുകൾ എഴുതരുത്. നമ്മൾ റിയാലിറ്റിയെ മറന്ന് പോസിറ്റീവിനെയാണ് കണക്റ്റ് ചെയ്യേണ്ടത്. പോസിറ്റീവ് ആകുന്ന കാര്യം തന്നെ അഫർമേഷൻസിൽ എഴുതുക. നിർബന്ധമായിട്ട് നിങ്ങളത് മനസ്സിലാക്കി വെച്ച് തന്നെ എഴുതുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യം 100% നടക്കും. ഇന്ന് നമുക്കൊരു റീഡിങ്സ് എടുക്കാൻ സാധിച്ചതിൽ ഡിവൈനോട് നിങ്ങൾ നന്ദി പറയുക. ഇങ്ങനെ ഒരു റീഡിങ്സ് കേൾക്കാൻ പറ്റിയതിലും താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഏഞ്ചൽസ് എന്ന് പറയുക. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചെടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ ഇത് ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണെന്നും ഡിവൈൻ്റെ ഒരു സപ്പോർട്ടാണെന്നും ഡിവൈൻ അതായത് പ്രപഞ്ചം ഒരു മാനിഫെസ്റ്റിംഗ് പവർ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡായിട്ടും തന്നെ നിങ്ങൾ ഇതിനെ കാണാൻ ശ്രമിക്കുക കേട്ടോ. ക്യൂൻ ഓഫ് വാൻഡ്സ് ആണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. കോൺഫിഡൻസ് ആണ്. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് സ്ട്രോങ് ആകുന്ന ഒരു കോൺഫിഡൻസ് എനർജിയിലേക്ക് വരിക എന്നാണ് നമുക്ക് കാണുന്നത്. കരിയർ പാതയിൽ ചില തടസ്സങ്ങൾ, ചില ശത്രുദോഷങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വിജയത്തിന് അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ചില ബന്ധങ്ങളുടെ എനർജിയൊക്കെ നിങ്ങളെ പിടികൂടുന്നുണ്ട്. കരിയർ പാതയെ ബേസ് ചെയ്ത് സ്ട്രഗ്ലിംഗ് ചെയ്യുന്നവരോട് പറയുന്നതാണ് സ്ട്രോങ് ആകുക, കോൺഫിഡൻസിലേക്ക് വരിക, വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കരിയർ പാതയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അത് മാറിയതുപോലെ, ഏത് വ്യക്തിയിൽ നിന്നാണോ നിങ്ങൾ മോശമായുള്ളൊരു ഇൻസിഡൻറ്റ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അവരിൽ നിന്നും പോസിറ്റീവ് ആകുന്ന, അവരെന്നെ വളരെയധികം സ്നേഹിക്കുന്നു, എന്നെ മനസ്സിലാക്കുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ നിങ്ങൾ അഫർമേഷൻസ് തയ്യാറാക്കുക കേട്ടോ. കുറച്ച് വെല്ലുവിളികൾ നേരിടുന്ന ഒരവസ്ഥ, ഒരു ബ്ലോക്കേജ് വരുത്തുന്ന ഒരു സിറ്റുവേഷൻസ്, നിങ്ങൾ എത്ര സ്നേഹത്തോടു കൂടി പെരുമാറിയാലും നിങ്ങളിലേക്ക് തിരിച്ച് കിട്ടുന്നത് നെഗറ്റീവ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചൂഷണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ കരിയർ പാതയെ ബേസ് ചെയ്ത് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ലേഡി പ്രസൻസിൻ്റെ നെഗറ്റിവിറ്റി, ഒരു ശത്രുഭാവം, സ്നേഹത്തോടു കൂടി നിന്ന് നിങ്ങൾക്കെതിരെ പണി തരുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ലേഡിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവരൊക്കെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആകുന്ന ഫോക്കസിങ് ആണ്. ഒരു പക്ഷേ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാവാം, സാലറി ചേഞ്ചിങ്, മോർ സാലറിക്ക് വേണ്ടിയാവാം, അവരുടെ പൊസിഷൻ ചേഞ്ച് ആക്കി എടുക്കുക, അവർക്ക് റെസ്പെക്റ്റ് കിട്ടുക, അങ്ങനെയുള്ള ഒരു തിങ്കിങ് എനർജി, അതായത് നെഗറ്റീവ് തിങ്കിങ് എനർജിയോട് കൂടി നിങ്ങളെ ഫോക്കസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. എന്താണെങ്കിലും നമുക്കിവിടെ പറയാൻ പറ്റുന്നൊരു എനർജി, നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്, നിങ്ങളുടെ കരിയർ പാതയെ ബേസ് ചെയ്ത് നിങ്ങളൊരു ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്ക് വരേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ചില ഡിസിഷനുകൾ, സ്ട്രോങ് ആകുന്ന ചില ഡിസിഷനുകൾ എടുക്കാൻ നിങ്ങൾ തയ്യാറാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രവുമല്ല നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്,
ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യേണ്ട വ്യക്തികളല്ല. ഒന്നിലധികം കാര്യങ്ങളിലേക്ക് നിങ്ങളിൽ പലർക്കും ഫോക്കസ് ചെയ്യാൻ ജന്മസിദ്ധമായി ലഭിച്ച ചില കഴിവുകൾ നിങ്ങളിൽ ഉണ്ടാവാം. അതുപോലെ നിങ്ങൾക്ക് പാഷനായിട്ട് നിങ്ങളുടെ മനസ്സിലൊരു പാഷൻ ആയിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടാവാം. സാഹചര്യത്തിൻ്റെ ഒരു അവസ്ഥ കൊണ്ട് നിങ്ങൾ ചില സിറ്റുവേഷൻസിൽ നിലനിന്ന് പോകുന്നൊരു സാഹചര്യമായിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പവർ തിരിച്ചറിയേണ്ട സമയമാണെന്ന് തന്നെയാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ എടുക്കുന്ന ഏത് തീരുമാനവും കോൺഫിഡൻസോടുകൂടി തന്നെ സ്ട്രോങ് ആകുന്ന ഒരു മൈൻഡ് സെറ്റോട്, അത് നഷ്ടമായിക്കോട്ടെ ലാഭമായിക്കോട്ടെ, വളരെ ശക്തമാകുന്ന കോൺഫിഡൻസോടുകൂടി തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻസുകളെ ഏത് സാഹചര്യങ്ങളെയാണെങ്കിലും നേരിടുക എന്നാണ് കാണുന്നത്. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങളിലുണ്ട്. മാത്രവുമല്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ കഴിവുമുണ്ട്. സ്കിൽസ്, നല്ല മോർ സ്കിൽസ് ഉള്ള വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത്. മാത്രവുമല്ല മാനിഫെസ്റ്റേഷൻ പവറുമുണ്ട്. നിങ്ങൾ ആഴത്തിൽ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ നിങ്ങൾ അതും കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഇത്രയും കഴിവുകളും ഇത്രയും സപ്പോർട്ടുമുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുക്കാം എന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. ദ എംപറർ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്നത്തെ ദിവസം കുറച്ച് ആളുകളുടെ എനർജിയിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടോ ഒരു നല്ല ഡിസിഷൻ എടുക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. അതൊരു കരിയറിനെയോ സാമ്പത്തികത്തെയൊക്കെ ബേസ് ചെയ്ത്, ഫ്യൂച്ചറിനെ ബേസ് ചെയ്താണ് നിങ്ങളുടെ ആ ഒരു ഗാർഡിയൻ എനർജിയിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനങ്ങൾ എടുക്കുക എന്ന എനർജി വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു തീരുമാനം ശരിക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കണക്റ്റ് ചെയ്ത് തന്നെ എടുക്കണം. നിങ്ങളോടൊന്ന് ചോദിച്ച് കാര്യങ്ങൾ വിലയിരുത്തി തന്നെ നിങ്ങളുടെ ആ ഒരു വാല്യൂ, നിങ്ങൾക്ക് എന്താണ് കഴിയുക, നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ നിങ്ങൾക്ക് ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചില തിരിച്ചറിവുകൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ വാക്കിന് ഇന്നൊരു വാല്യൂ ഉള്ള ദിവസമാണ്. നിങ്ങളെ ഇന്ന് ആരൊക്കെയോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ കേൾക്കാൻ തയ്യാറാകുന്ന ദിവസമാണ്. നിങ്ങളെ അനുകരിക്കാൻ തയ്യാറാകുന്നൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ഗാർഡിയൻ എനർജിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങൾക്കിന്ന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ദിവസമായിട്ടാണ്. മാത്രവുമല്ല ചില ബന്ധങ്ങളിൽ നിന്നും ചില സാഹചര്യങ്ങളിൽ നിന്നും ഒന്ന് മാറി നിൽക്കേണ്ട, അതായത് ഒന്ന് സൈലൻ്റ് ആകേണ്ട സിറ്റുവേഷൻസും കൂടി നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. എല്ലാം ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ ബേസ് ചെയ്ത് തന്നെയാണ് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ആളുകളിൽ സ്വയം ഒരു സ്തംഭനാവസ്ഥയുണ്ട്. അതായത് നെഗറ്റീവ് തോട്ട്സ്, അതായത് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഭയമായിരിക്കാം. പാസ്റ്റിലെ ചില ട്രോമാസുകളെ ബേസ് ചെയ്തുള്ള ഒരു ബന്ധനം പോലുള്ള ഒരു ബെർഡൻ, ഒരു പക്ഷേ നിങ്ങൾ കുറേ ബെർഡൻ അനുഭവിച്ചിട്ടുണ്ടാവാം, കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടുണ്ടാവാം. എന്തെല്ലാം ചെയ്താലും ആരും അക്സെപ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അതിനൊരു ഒരു അംഗീകാരം ലഭിക്കാതെ വീണ്ടും നിങ്ങൾ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിലേക്ക്, നിങ്ങളെ ആരും തിരിച്ചറിയുന്നില്ല എന്ന ഒരു തോന്നലിൽ, അല്ലെങ്കിൽ നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു തോന്നലിൽ നിൽക്കുന്ന കുറച്ച് വ്യക്തികളുടെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലേക്ക് നോക്കുമ്പം പാസ്റ്റ്, നിങ്ങളുടെ കുറച്ച് മുൻകാലങ്ങളിലേക്ക് നോക്കുമ്പം നിങ്ങൾ വേണ്ടാത്ത പല കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ മാറി നിൽക്കാൻ പറ്റുമായിരുന്നു, പ്രൊട്ടക്റ്റഡ് ആവാൻ പറ്റുമായിരുന്നു. പക്ഷേ നിങ്ങൾ മുമ്പോട്ടിറങ്ങി അത് കുടുംബഭാരമാവാം, മറ്റു വ്യക്തികളെ ബന്ധത്തെ ബേസ് ചെയ്താവാം, കരിയറിനെ ബേസ് ചെയ്താവാം. നിങ്ങൾ വേണ്ടാത്ത കുറേ കേസുകൾ എടുത്ത് തലയിൽ വെച്ച് അത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലേക്കും അത് നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിർത്തേണ്ടി വന്നൊരു സിറ്റുവേഷൻസും അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻസും നമുക്കിവിടെ പാസ്റ്റിലേക്ക് നോക്കുമ്പം കാണാൻ സാധിക്കുന്നുണ്ട്. ആരുടെയും കൈത്താങ്ങില്ലാതെ വന്ന ഒരു നിമിഷം. ശരിക്കും നിങ്ങളൊരു പക്ഷേ ഒരു അന്ധതയിലേക്ക് പോയിട്ടുണ്ടാവാം. എന്ത് ചെയ്യും, എങ്ങനെ ഇതിനെ മുന്നോട്ടേക്ക് നയിക്കുമെന്ന് തോന്നി നിങ്ങൾ ഭയപ്പെട്ട സമയങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ തോട്ട്സ് ഇപ്പോഴും നിങ്ങളിൽ കണക്റ്റഡ് ആണ് കേട്ടോ. അതായത് നിങ്ങളൊരു ഇല്യൂഷൻ എനർജിയിലാണ്.
പേടിപ്പിക്കുന്നൊരു മായാവലയത്തിലാണ്. നിങ്ങൾക്ക് ഉൾഭയമാണ്. നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം പാസ്റ്റിലെ ആ ഒരു ട്രാജഡി നിങ്ങളെ ശരിക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പിടിച്ച് കുലുക്കിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ തോന്നൽ ചുറ്റുമുള്ളവരെല്ലാം ശത്രുക്കളാണ്, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലും മുന്നോട്ടേക്ക് ഒരു ആക്ഷൻ എടുക്കാനുള്ളൊരു ഭയവും കുറേ ആളുകളുടെ എനർജി നിൽപ്പുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു അഡ്വൈസ് തേടണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് സ്പിരിച്വാലിറ്റിയിലേക്ക് മാറണം. സ്പിരിച്വാലിറ്റിയിലേക്ക് മാറുക എന്നത് നമ്മുടെ കർമ്മങ്ങളുണ്ടല്ലോ, നമ്മളുടെ ഉത്തരവാദിത്വം. ഇപ്പോൾ ഒരു ഫാമിലി എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയാവാം, ഒരു മകൻ്റെ എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയാവാം, ഒരു മകളുടെ എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയാവാം. അങ്ങനെ കുറേ സിറ്റുവേഷൻസുകളുണ്ട്. നമ്മൾക്ക് കുറേ തലങ്ങളുണ്ട്. ഇന്ന സമയങ്ങളിൽ ഇന്ന ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകണം. ബാല്യം, കൗമാരം, യൗവനം എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു ഘട്ടങ്ങളിൽ നമുക്ക് സ്പിരിച്വാലിറ്റിയിൽ പോവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മൾ പൂർണ്ണതയും സത്യസന്ധതയും പുലർത്തുക എന്നതാണ് സ്പിരിച്വാലിറ്റി. അല്ലാണ്ട് സന്യാസം എന്ന് പറയുന്നതും എല്ലാം മാറ്റി വെച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നതല്ല സ്പിരിച്വാലിറ്റി. നമ്മൾ ഏത് മേഖലയിലാണോ നിൽക്കുന്ന മകൻ, മകൾ, ആ ഒരു കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നൊക്കെ പറയും പോലെ നമ്മൾ ഏത് തലത്തിലാണോ ആ ഒരു തലത്തിൽ നമ്മൾ പൂർണ്ണതയോട് കൂടിയും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലൊരു ഒരു സമ്പൂർണ്ണമാകുന്ന ഒരു പോസിറ്റിവിറ്റി നിറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുന്നത്. ആ ഒരു കാര്യം, അതായത് നിങ്ങൾ ഒരിക്കലും ഒന്നിനെയും പേടിക്കാതെ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിനെ മുന്നോട്ടേക്ക് കണ്ണുകൾ തുറന്ന് നോക്കി പോകുക. ബാലൻസ് എല്ലാം ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അഡ്വൈസ് വേണമെങ്കിൽ, എന്താണ് നെക്സ്റ്റ് ഞാൻ എടുക്കേണ്ട ആക്ഷൻ എന്നുള്ളൊരു അഡ്വൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഗുരുവിനെ സമീപിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ഹെർമിറ്റ് എനർജി വന്നിട്ടുണ്ട്. ഉൾവലിഞ്ഞ് നിൽക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻസാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് ചെറിയ തുടക്കങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ മദർ എനർജിയെ ബേസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ആകേണ്ടി വരുന്നുണ്ട് എങ്കിൽ, മദറിനോട് എതിരായിട്ടോ അല്ലെങ്കിൽ മദറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തോ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉൾവലിഞ്ഞ് നിൽക്കുക. ഒരു ഇംബാലൻസിങ് എനർജിയിലേക്ക് പോകാതെ ലൈഫിനകത്തൊരു ബാലൻസിൽ നിൽക്കണം. അവിടെ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ തർക്കമോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് തെറ്റു പറ്റിയാൽ നിങ്ങളുടെ ലൈഫിൽ ഇംബാലൻസിങ് എനർജിയിലേക്ക് ഒരിക്കലും അതിനെ ക്ലാരിറ്റി വരുത്താൻ പറ്റാതെ പോകുമെന്നാണ് കാണുന്നത്. അപ്പോൾ എന്ത് സംഭവമായിക്കോട്ടെ, നിങ്ങളുടെ മദറിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ സൈലൻ്റ് ആയിരിക്കുക എന്നതാണ് കാണുന്നത്. അതുപോലെ ഒരു ട്രാവലിംഗ് എനർജി വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച ചില ആളുകളോടൊത്തൊരു യാത്ര നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ വരുന്നുണ്ട്. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാവാം. ചിലരെ സംബന്ധിച്ച് നിങ്ങളത് ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാവാം. ചിലരെ സംബന്ധിച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മാനിഫെസ്റ്റേഷൻ പോലെ നിങ്ങളുടെ ഒരു ആഗ്രഹ സാഫല്യം പോലെയുള്ളൊരു ട്രാവലിംഗ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ തന്നെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതിൽ ചില പ്രതിസന്ധികളുണ്ട്. ചില കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം ആ ഒരു ട്രാവലിംഗ് എനർജി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനെന്ന് കൂടി കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾ ആരെങ്കിലുമായിട്ടൊക്കെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് മുൻ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വേണ്ടപ്പെട്ടവരായിട്ടോ കരിയർ പാതയെ ബേസ് ചെയ്തോ ഒക്കെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഒരു അഭിപ്രായ ഭിന്നതയോ അല്ലെങ്കിൽ ചില ഫ്രസ്ട്രേഷൻ എനർജിയും ഈഗോയൊക്കെ വെച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ ശത്രുഭാവത്തിൽ നിൽപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്ഷൻ എടുത്തെടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു എനർജി അത് നിങ്ങൾ ക്ലിയർ ആക്കണം കേട്ടോ. ആ ഒരു സിറ്റുവേഷൻസിനെ ഒന്ന് ക്ലിയർ ചെയ്യണം. കാരണം നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ റിയാലിറ്റി ആവാൻ, നിങ്ങളുടെ പാഷനിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ ചില ബന്ധങ്ങളിലൊരു മാറ്റം വരുത്തണം. അതല്ലെങ്കിൽ സ്റ്റക്നെസ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു സ്തംഭനാവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉചിതമായ തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ മൈൻഡ് കറക്റ്റ് അല്ല. അപ്പോൾ നിങ്ങൾ വേണ്ടപ്പെട്ടവരുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക കേട്ടോ. പറഞ്ഞു തീർക്കുക.
കണ്ട് സംസാരിച്ച് തീർക്കേണ്ടതാണെങ്കിൽ അങ്ങനെ തീർക്കുക. ബന്ധങ്ങളിൽ എപ്പോഴും ഒരു പൂർണ്ണത വെച്ചാൽ മാത്രമാണ് നമുക്ക് വേണ്ട ബന്ധങ്ങളിൽ, ഒരുപാട് ബന്ധങ്ങൾ വന്നും പോയൊക്കെ ഇരിക്കും നമ്മുടെ ജീവിതത്തിൽ, നമുക്ക് ചിലപ്പോൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മളെ ദ്രോഹിച്ചതും വാക്കുകൾ കൊണ്ട് പറഞ്ഞ വ്യക്തികളൊക്കെ ഉണ്ടാകും. അവരെ ഒന്നും നമ്മൾ കണക്റ്റ് ചെയ്യണമെന്നല്ല, പക്ഷെ ശത്രുത വേണ്ട. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യരുത്. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറുക. അതല്ലാതെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ബന്ധങ്ങളിൽ വിള്ളലുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള നിങ്ങളുടെ യാത്രയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ റിയാലിറ്റി ആക്കുക, നിങ്ങളുടെ ഒരു പാഷൻ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുക, ഇതിനൊക്കെ ബ്ലോക്കേജ് വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ക്ലിയർ ആക്കുക. നിങ്ങളൊരു എലോൺ എനർജിയിൽ നിൽക്കുന്നവർ, ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്യുന്നവർ, ഞാൻ ഒറ്റയ്ക്കാണ്, അതായത് നമുക്ക് വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നൽ വരുന്നത് അല്ലേ. അപ്പം അവരുമായിട്ടൊരു സന്ധി സംഭാഷണം നടത്തി അവരുമായിട്ടൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുക കേട്ടോ. അതുപോലെ നമുക്കിവിടെ 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കാത്തിരിപ്പിനൊരു സമാപനം വരുന്നുണ്ട്. ചിലർക്കൊക്കെ ഒരു കോള് മെസ്സേജ്, നിങ്ങളുടെ ബന്ധങ്ങളിൽ തടസ്സമുണ്ടായിരുന്ന പ്രതിസന്ധികൾ വിട്ടുപോകുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഒരു എയർ ട്രാവലിംഗ് എനർജി, ലോങ് ഡിസ്റ്റൻസിൽ നിന്നും ഒരു സ്നേഹം നിങ്ങളെ തേടി വരുന്നു, ഒരു കപ്പ് ഓഫ് ലവ് എനർജി നിങ്ങളെ തേടി വരുന്നു. കാത്തിരിപ്പിനൊരു സമാപനം, അതായത് നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന, ഇന്നല്ലെങ്കിൽ നാളെ കണക്റ്റഡ് ആകുമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. വീണ്ടും നമുക്ക് 8 ഓഫ് വാൺസിൻ്റെ എനർജിയെ വന്നിരിക്കുന്ന ലോങ് ഡിസ്റ്റൻസ് എനർജി, ഒരു എയർ ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിന്ന വ്യക്തികൾ, നിങ്ങളെ ഫൈറ്റിംഗ് ചെയ്ത് നിങ്ങളെ ആട്ടി ഓടിച്ചെന്ന് തന്നെ നമുക്ക് പറയാം, അകത്തി നിർത്തിയ ഒന്നിലധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിത്തന്ന് നിങ്ങളെ മാറ്റി നിർത്തിയ ചില ആളുകൾ, ആ പ്രശ്നങ്ങൾ ഒന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലി, ബ്ലഡ് റിലേഷൻ എനർജിയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് മാറി നിന്നിരുന്നവർ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കുള്ളിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന ചില പ്രശ്നങ്ങൾ, ഒരു പക്ഷേ നമുക്കിങ്ങനെ പറയാം, എല്ലാ തടസ്സങ്ങളും, എപ്പോഴും തടസ്സങ്ങളും ശത്രുദോഷങ്ങളും അതുപോലെ തന്നെ ഹെൽത്ത് പ്രോബ്ലംസുമൊക്കെ നിങ്ങൾ അനുഭവിച്ച ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തി എനർജിയിലേക്ക്, ഒരു ലോങ് ടൈം സക്സസ്, സാമ്പത്തിക ഭദ്രത, ഹെൽത്തി എനർജിയിലേക്ക് മാറുന്നുണ്ട് കേട്ടോ. ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതും അതിനോട് കണക്റ്റ് ചെയ്ത് തന്നെയാണ് വരുന്നത്. ഒരു ലേഡി പ്രസൻസിൽ നിന്നും നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നുണ്ട്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ലേഡി പ്രസൻസിൽ നിന്നും ഒരു നീതി ലഭിക്കാതെ പോയെങ്കിൽ അവിടെ ഒരു ഗുഡ് ന്യൂസ് എനർജി, ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തടഞ്ഞു വെച്ചിരുന്ന ഒരു സിറ്റുവേഷൻസ്, നമുക്ക് ആ ഒരു എനർജി ഫുള്ളും കണക്റ്റ് ചെയ്താണ് കേട്ടോ മക്കളെ വന്നിരിക്കുന്നത്. പാസ്റ്റിൽ, അതായത് ഞാൻ പറഞ്ഞില്ലേ ലോങ് ഡിസ്റ്റൻസിൽ, ഒരു പക്ഷേ ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലുള്ള ഒരു ലേഡി പ്രസൻസിലെ ആവാൻ നിങ്ങളിലേക്ക് വരുന്നത്. അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഫെമിനിയൻ എനർജിയിലേക്ക് ഒരു മസ്കുലൈൻ എനർജി ആവാൻ വന്നു ചേരുന്നത്. ഒരു കപ്പ് ഓഫ് ലവ്, അതായത് പാസ്റ്റിലെ ഒരുപാട് കാലങ്ങൾ അകലം നിൽക്കുന്ന ഒരു ബന്ധം നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമുക്കതിനകത്ത് ഒരു സ്ട്രോങ് ആണ് കേട്ടോ, ഒരു ഹോണസ്റ്റി, വിശ്വസ്തയോടുകൂടിയ ഒരു ബന്ധം ആണ്, ഒരു മാറ്റമാണ്, ഒരു ഫൈറ്റിംഗ് സക്സസ് എനർജി. ജീവിതത്തിൽ ഒരു വലിയ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മാറ്റമാണ്. അതായത് വിധി ചേഞ്ച് ആകുന്നു. ഒരു പക്ഷെ ഒരിക്കലും ഒരുമിച്ച് ചേരില്ല എന്ന് ചിന്തിച്ച് രണ്ട് ദിശയിലേക്ക് പോയ ചിലരൊക്കെ ഒരേ ദിശയിലേക്ക് യാത്ര തുടങ്ങുന്നു, ഒരുമിച്ച് യാത്ര തുടങ്ങുന്ന എനർജി നമുക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഒരുപാട് കാലങ്ങളായിട്ട് കാണാതെയും കണക്റ്റ് ചെയ്യാതെയൊക്കെ ഇരുന്ന ചില വ്യക്തികൾ തമ്മിൽ കണക്റ്റഡ് ആകുന്നു. ചിലതൊക്കെ നിങ്ങളുടെ ഫാമിലി എനർജിയാണ്, ബ്ലഡ് റിലേഷൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് കുടുംബ ബന്ധങ്ങളെ കണക്റ്റ് ചെയ്തുള്ള ഒരു എന്താ പറയുക, ആ ഒരു എനർജീനാണ് നമുക്കിവിടെ കണക്റ്റ് ചെയ്ത് കിട്ടുന്നത്. എന്താണെങ്കിലും സമയം ചേഞ്ച് ആകുന്നു, ബന്ധങ്ങൾ കൂടി ചേരുന്നൊരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ടേക്ക് ആക്ഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഏഞ്ചൽസിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ എവിടെയാണോ എഫോർട്ട് എടുത്ത് ഫോക്കസ് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. ആക്ഷൻ എടുക്കാം. ഹെൽത്ത് പരമാകുന്ന സിറ്റുവേഷൻ ആയിക്കോട്ടെ, വെൽത്ത്, സാമ്പത്തികമായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, എവിടെയാണോ നിങ്ങൾ ശരിക്കും കൂടുതൽ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ളൊരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നത്, കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, അവിടെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കപ്പെടുകയാണ്. റൊമാൻസ് ആണ് കേട്ടോ.
പ്രണയബന്ധത്തെ ബേസ് ചെയ്ത് പ്രണയത്തിനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് ജഡ്ജ്മെൻറ്റ്, ന്യായം നടപ്പിലാക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. ചില ബന്ധങ്ങളിൽ നമുക്കതൊരു റോങ് സിറ്റുവേഷൻസ് ആണ്, നമ്മൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ടു, നഷ്ടം സംഭവിച്ചു എന്നോർത്ത് നിങ്ങൾ പൂർണ്ണമായിട്ടൊരു ഡൗൺ എനർജിയിൽ മൂവ് ഓൺ ചെയ്താലോ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ബന്ധങ്ങളെ കണക്ട് ചെയ്യുമ്പം വെയിറ്റിംഗ് എനർജിയാണ് കാണിച്ചു തരുന്നത്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി, ലീഗൽ പരമാകുന്ന പ്രശ്നങ്ങൾ, കോടതിപരമായിട്ടും മറ്റ് കേസും മറ്റുമൊക്കെ ആയിട്ട് കലഹത്തെ ബേസ് ചെയ്തുള്ള സിറ്റുവേഷൻസുകളിലൂടെ കടന്നു പോകുന്നവർ ദയവ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ചെയ്യുക. അതായത് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മനസ്സിലാക്കുക. ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതാണ് ചെയ്യുക, വലിയ വിട്ടുവീഴ്ചകളും ചെയ്യുക. കാരണം കുറച്ച് കാലത്തേക്ക് മാത്രം ജീവിക്കുന്ന ഈ ഒരു ജന്മം എല്ലാവരുമായിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു ദൃഢതയുള്ള നല്ലൊരു സ്ട്രോങ് ആയ ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളൊന്ന് വിട്ടുകൊടുത്തു എന്നോർത്തൊന്നും ഒന്നും നഷ്ടപ്പെടാനും പോകുന്നില്ല, ആർക്കും ഒന്നും നേടാനും പോകുന്നില്ല. ഒരു പക്ഷേ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പൂക്കാലമായിരിക്കും പ്രപഞ്ചം നമ്മൾക്ക് കൊണ്ടുവന്ന് തരുന്നത്. നമ്മളിൽ ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ആവശ്യമുള്ളിടത്തും നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നിടത്തും നമ്മുടെ സോളിനെ വേദനിപ്പിക്കുന്നതാകുന്ന സിറ്റുവേഷൻസുകളിലും ഒരിക്കലും നമ്മൾ ഈഗോ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക.